ഓണം കഴിഞ്ഞും പുഷ്പോത്സവം. സ്കൂൾ മുറ്റം കളറാക്കി VNSS എസ് സെൻട്രൽ സ്കൂളിലെ കുരുന്നുകൾ. സ്കൂൾ മുറ്റം കളറാക്കി VNSS സെൻട്രൽ സ്കൂളിലെ കുരുന്നുകൾ താരങ്ങളായി മാറി. കുട്ടികളിൽ കൃഷിപ്പാടം പഠിപ്പിക്കാൻ സ്കൂളിലെ എൻവയൺമെന്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പൂക്കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. സ്കൂൾ മുറ്റം നിറയെ ബന്ധിച്ചെടികൾ പൂത്തുനിൽക്കുന്ന കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. മഞ്ഞയും ഓറഞ്ചും കളറുകളുടെ ദൃശ്യവിരുന്നാണ് സ്കൂൾ മുറ്റം നിറയെ. ഉദ്യാനത്തിൽ നിറയെ ചിത്രശലഭങ്ങളുമുണ്ട്. ദിവസവും സ്കൂളിൽ എത്തുന്ന കുട്ടികൾ ആദ്യം ചെയ്യുന്നത് ഈ പൂക്കൾക്ക് സമീപം അല്പനേരം നിൽക്കുക എന്നതാണ്. ഓണത്തിന് പൂ ലക്ഷ്യമാക്കി ജൈവരീതികൾ അവലംബിച്ചാണ് കൃഷി നടത്തിയത്. ഓണത്തിന് വിരിഞ്ഞ പൂക്കൾ ഓണാവധിക്ക് ശേഷവും ചിരിതൂക്കി നിൽക്കുകയാണ്. ചെടികളുടെ പരിപാലനവും സംരക്ഷണവും എല്ലാം കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. ചെടിച്ചട്ടികളിൽ വളം നിറച്ച് ചെടി നടുവാൻ സഹായിച്ചത് കർഷകരായ സുജിത്തും ദിവ്യയുമാണ്. പഠനത്തിരക്കിനിടയിൽ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനുള്ള വേദിയായി പൂന്തോട്ടം മാറിയതായി പ്രിൻസിപ്പൽ സൂസൻ തോമസ് പറഞ്ഞു. സ്കൂൾ PTA സഹായത്തിലാണ് പൂക്കൃഷി നടത്തിയത്. അടുത്ത ഘട്ടത്തിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കാൻ കുട്ടികളെ സഹായിക്കുമെന്ന് PTA പ്രസിഡന്റ് ശ്യാം പ്രമേൽ അറിയിച്ചു. അധ്യാപകരായ ശ്രീകല, ഷീജ എന്നിവർ കുട്ടികളുടെ പൂക്കൃഷിക്ക് നേതൃത്വം നൽകി. ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് PTA ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ആരംഭിച്ച ഒരു ബന്ദി പൂന്തോട്ടമാണ് ഇന്നിവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. ഞങ്ങളത് ഓണത്തിന് പൂക്കളമിടാനായിട്ടാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പൂക്കളമിടുന്ന സമയമായപ്പം മുഴുവൻ വിരിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ സ്കൂൾ അവധി കഴിഞ്ഞ് തുറന്നു വന്നപ്പോൾ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ താലോലിച്ച് വളർത്തിയ ഈ പൂന്തോട്ടത്തിലെ പൂ ഇനി ഞങ്ങൾ ഇറുത്തെടുക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം 1100ഓളം കുട്ടികളും 90 മേൽ സ്റ്റാഫുള്ള ഈ സ്കൂളിൽ എല്ലാവർക്കും രാവിലെ കയറി വരുമ്പം ഒരു ജോയ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു പൂന്തോട്ടം കൊടുക്കുന്നത്. പച്ചയും ഓറഞ്ചും മഞ്ഞയും എല്ലാ കളേഴ്സൊക്കെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ കുട്ടികൾക്കും സ്റ്റാഫിനും കൊടുക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളിത് ചെയ്തതാണ്. PTAയും സ്റ്റാഫും എൻവയൺമെൻറ്റ് ക്ലബ്ബും. അപ്പോൾ കുട്ടികൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഞങ്ങളുടെ ഒരു പൂന്തോട്ടം ഞങ്ങൾ പരിപാലിക്കണം. അതുകൂടാതെ പ്രകൃതി സ്നേഹം, നേച്ചറിനോടുള്ളൊരു സ്നേഹം നമ്മൾ ഈ എൻവയൺമെൻറ്റ് ക്ലബ്ബിലെ ആക്ടിവിറ്റീസിനോട് കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ലോകം ഒരുപാട് ആൻസൈറ്റിയുടെയും സ്ട്രെസ്സിൻ്റെയും ടെൻഷൻ്റെയും ലോകമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സന്തോഷം കൊടുക്കുന്ന, മനസ്സിന് ശാന്തത കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബന്ദി പൂന്തോട്ടം.